80കളിൽ ഒരു പ്രഭാതം പാലക്കാരൻ കൊച്ചുകുട്ടിച്ചായന്റെ മകൻ ജോസിന്റെ ആഗ്രഹം ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങിക്കാൻ. കൊച്ചുകുട്ടിച്ചായൻ പറഞ്ഞു, നീ ഏത് വണ്ടി വേണോ വാങ്ങിച്ചോ, മറ്റേ വണ്ടി ഉണ്ടല്ലോ RD350, അത് വാങ്ങിക്കൊണ്ട് കൊണ്ടുവരണം. അതെന്താ തമ്പി, இந்த பேர் RD350 அண்ணா, ரேசிங் டிரைவ். ஆனா எனக்கு இனி ஒரு பேர் இருக்கு, റാപ്പിഡ് ഡെത്ത്. വാങ്ങിച്ചവരിൽ നല്ലൊരു ശതമാനം ഇന്ന് ജീവിച്ചിരിക്കും. എന്നിട്ട് ജോസ് എന്ത് ചെയ്തു? ജോസ് എന്ത് ചെയ്യാൻ, അച്ചായന്റെ ട്രങ്ക് വെട്ടിയും കുത്തിപ്പൊളിച്ച് സാധനം വാങ്ങിച്ച് മുറ്റത്തിറങ്ങി. കുതിര ചാടും പോലെ ഫ്രണ്ട് അങ്ങ് പോന്തി. ജോസ് അറിയാവുന്ന ദൈവങ്ങളൊക്കെ വിളിച്ചു പോയി. അതായിരുന്നു ഗൈസ് RD350. ഇന്ത്യ അന്ന് വരെ കാണാത്ത പവറും കരിസ്മയും. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായതുകൊണ്ടും ഇന്ധനക്ഷമത കുറവായതുകൊണ്ടും വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ടും യമഹമല്ല RD350 ഇന്ത്യൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. പക്ഷേ ഇന്ത്യൻ വിപണിയിൽ നിന്നും പിൻവലിച്ചാലും ഓരോ ഇന്ത്യക്കാരൻ്റെയും ഹൃദയത്തിൽ ഇന്നും ഒരു വികാരമായി RD350 ഉണ്ടാവും. കാലം തെറ്റി ജനിച്ച മുതൽ ദ ലൂസിഫർ അമംഗ് മോട്ടോർ സൈക്കിൾ.